കേരള പിറവിയുടെ 69ാം വർഷത്തിലാണ് ലോകത്തിനു മുന്നിലെ നമ്മുടെ ഏറ്റവും പ്രധാന നേട്ടമായി അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. 1032 തദ്ദേശ സ്ഥാപനങ്ങളിലെ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചാണ് ഈ നേട്ടം കൈവരിച്ചതെന്നാണ് സർക്കാർ വാദം. ശുദ്ധ തട്ടിപ്പെന്നാരോപിച്ച് സഭ ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. അതിദരിദ്രരെ നിശ്ചയിച്ച രീതിയും ആധികാരികതയും ചോദ്യം ചെയ്ത് ഏതാനും സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക വിദഗ്ധരും സർക്കാരിന് തുറന്ന കത്തെഴുതിയ സാഹചര്യവുമുണ്ട്. അതിനും പുറമെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിന്റെ പ്രചാരണത്തിനായി സർക്കാർ ചിലവിട്ട കോടികൾ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മാണത്തിനായുള്ള ഫണ്ട് വെട്ടിക്കുറച്ചാണെന്ന വിവാദവും രൂപപ്പെട്ടു. ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ട അതിദാരിദ്ര്യമുക്ത കേരളം യഥാർത്ഥത്തിൽ തണലോ തട്ടിപ്പോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM നിന്ന് ശ്രീ വി കെ സനോജ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ KP നൌഷാദ് അലി, BJP നിന്ന് ശ്രീ ശ്യാംരാജ്, ഒപ്പം തന്നെ സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. രാഷ്ട്രീയ പ്രതിനിധികളിലേക്ക് ചോദ്യങ്ങളുമായി പോകുന്നതിന് മുൻപ് കാരശ്ശേരി മാഷെ, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനപൂർവ്വം നമുക്ക് ലോകത്തിന് മുന്നിൽ പറയാൻ പറ്റുന്ന ഒരു നേട്ടമായാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. താങ്കൾ എങ്ങനെയാണ് ഈ പ്രഖ്യാപനത്തെ കാണുന്നത്? ഒരു സ്റ്റേറ്റ്, ഒരു സർക്കാർ ഇവിടെ അതിദരിദ്ര മനുഷ്യർ ഉണ്ടാകില്ല എന്ന് അവകാശപ്പെടുന്നു. മാത്രമല്ല, അത് ഈ കേരളത്തിലെ ഓരോ പൗരനെ സംബന്ധിച്ചും അഭിമാനം കൊള്ളാവുന്ന ഒരു സന്ദർഭമായി താങ്കൾ പരിഗണിക്കുമോ? ഗോപികൃഷ്ണൻ, ഞാൻ ഈ പ്രഖ്യാപനത്തിൻ്റെ പേരിൽ കേരള ഗവൺമെൻറ്റിനെ അനുമോദിക്കുകയാണ്. എന്താണ് കാരണം എന്ന് വിചാരിച്ചാൽ, ഗവൺമെൻറ്, പ്രത്യേകിച്ച് നമ്മുടെ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പത്രസമ്മേളനം അവതരിപ്പിച്ച കണക്കുകൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ എൻ്റെ അടുത്ത് യാതൊരു സ്ഥിതിവരെ കണക്കുകളില്ല. പക്ഷെ ഞാൻ ഗവൺമെൻറ്റിനെ അനുമതിക്കുന്നതെന്ന് വെച്ചാൽ, നാട്ടിലെ ദാരിദ്ര്യം, ഇവിടുത്തെ പട്ടിണി, ഇവിടുത്തെ കൊടും ദാരിദ്ര്യം, ഇത് ഒരു രാഷ്ട്രീയ ചർച്ചാ പ്രമേയമായി അവതരിപ്പിച്ചു ഗവൺമെൻറ്. അത് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ്. നമ്മുടെ വികസനത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗവൺമെൻറ് പറയും പോലെ ഈ അളവിൽ കേരളത്തിൽ കൊടും ദാരിദ്ര്യമില്ല എന്നോ ഉണ്ട് എന്നോ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പ്രതിപക്ഷം അത് കള്ളക്കണക്കാന്ന് പറയുന്നുണ്ട്, വിദഗ്ധന്മാരങ്ങനെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അത് വരട്ടെ, അത് നോക്കാം. അപ്പോ അതൊരു വലിയ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ വികസന വിദഗ്ധരായിട്ടുള്ള ആളുകൾ, സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ആളുകൾ, സാമൂഹിക വിദഗ്ധരായിട്ടുള്ള ആളുകൾ, അവർ ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് തുറന്ന കത്ത് എഴുതിയിരുന്നു. മാഷ് വായിച്ചു കാണും ഇന്ന് പത്രങ്ങളിലൊക്കെ ഉള്ളത്. അതിദരിദ്രരെ നിർണ്ണയിക്കാൻ ഏതൊക്കെ മാനദണ്ഡങ്ങൾ, സർവേ നടത്തിയത് ഏത് ആധികാരിക സമിതി, ഡേറ്റയുടെ ആധികാരികതയും ആധാരമായ പഠന റിപ്പോർട്ടും ഏതെന്നൊക്കെ തുടങ്ങി സംസ്ഥാനത്തെ സർക്കാരിന് മുന്നിൽ ഒരുപിടി ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ടാണ് അവർ സംശയം ഉന്നയിക്കുന്നത്. ആ കൂട്ടത്തിൽ കാരശ്ശേരി മാഷ് ഇല്ല എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടതല്ലേ? അതെ, അല്ല, എന്താ വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ആ തരത്തിലുള്ള ഒരു സാമ്പത്തിക കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ വിദഗ്ധനായ ഒരാളല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ചർച്ചാ പ്രമേയമാവേണ്ടത് ഇവിടുത്തെ പട്ടിണിയാണ്. വീടില്ലാത്തവരുണ്ടോ? ഇപ്പോൾ BPL, അതായത് അതിദരിദ്രന്മാരുടെ മഞ്ഞ കാർഡ് തന്നെ ഇല്ലാത്ത ആളുകളുണ്ട്, റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകളുണ്ട്, വീടില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ അനവധി കാര്യങ്ങൾ. അപ്പോൾ ആ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു സജീവ ചർച്ചയ്ക്ക് വരുന്നു ഇതോടുകൂടി. അപ്പോൾ പ്രതിപക്ഷത്തിന് പഠിക്കേണ്ടി വരും, ഭരണപക്ഷത്തിന് പഠിക്കേണ്ടി വരും, മാധ്യമങ്ങൾക്ക് പഠിക്കേണ്ടി വരും. നമ്മുടെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ദാരിദ്ര്യമാണ് എന്നിപ്പോൾ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. ഇപ്പോൾ നമുക്ക് കുറേ കണക്ക് കിട്ടി. ഈ കണക്ക് ശരിയാണോ തെറ്റാണോ എന്ന് പ്രതിപക്ഷം പഠിക്കട്ടെ, അവരും പണിയെടുക്കണമല്ലോ. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള വിദഗ്ധന്മാരെ സർക്കാർ നിയോഗിച്ചിരുന്നു. അതൊക്കെ അപ്പോഴിപ്പോഴൊക്കെ വാർത്ത വന്നിട്ടുണ്ടാവും, നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമ്മളത് വിട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നിരിക്കുകയാണ്. ദാരിദ്ര്യമുണ്ടോ കേരളത്തിൽ? കൊടും ദാരിദ്ര്യമുണ്ടോ കേരളത്തിൽ? ഇവിടെ വീടില്ലാത്ത എത്ര ആളുകളുണ്ട്, റേഷൻ കാർഡ് ഇല്ലാത്ത എത്ര ആളുകളുണ്ട്, ഒരു നേരത്തെ ആഹാരം കിട്ടാതെ എത്ര ആളുകളുണ്ട്, ചികിത്സ കിട്ടാതെ ആരൊക്കെ മരിക്കുന്നുണ്ട്, അങ്ങനെ അനവധി കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും ജനങ്ങളുടെ വാസ്തവമായ പ്രശ്നം
ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭം ഒരുക്കിയത്, പ്രത്യേകിച്ച് ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരുക്കിയത് വളരെ ഉചിതമായി. ഗവൺമെൻറ് എന്ത് ഉദ്ദേശിച്ചാലും അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം വികസനം എന്ന് പറയുമ്പോൾ അത് റോഡിൻ്റെയോ പാലത്തിൻ്റെയോ വിമാനത്താവളത്തിൻ്റെയോ കെട്ടിടങ്ങളുടെയോ ഒന്നും കാര്യമല്ല. അത് ആദ്യത്തെ പണി മനുഷ്യൻ്റെ വയറ്റിലെ വിശപ്പ് മാറ്റുകയാണ്. അങ്ങനെ വിശക്കുന്നവരുണ്ടോ ആദിവാസികളുടെ ഇടയിലുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ആശാ വർക്കർമാരുടെ ശമ്പളം കൂട്ടിയത് ശരിയായോ, അങ്ങനത്തെ ഒരുപാട് ചർച്ചകളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം, അതിൻ്റെ കണക്കുകൾ, ഇപ്പോൾ രാജേഷ് പുറത്തുവിട്ട കണക്കുകൾ ശരിയാണോ തെറ്റാണോ അത് പഠിക്കാം. വിദഗ്ധന്മാർ പറയട്ടെ, പ്രതിപക്ഷങ്ങൾ പറയട്ടെ, മാധ്യമങ്ങൾ പറയട്ടെ. അപ്പം ഞാൻ ആവർത്തിക്കുകയാണ്, അതായത് ഈ നാട്ടിലെ ദാരിദ്ര്യം, ആളുകളുടെ കൊടും ദാരിദ്ര്യം ഒരു പ്രധാന ചർച്ചാ പ്രമേയമാക്കി, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് എൻ്റെ അറിവിലും ഓർമ്മയിലും ആദ്യമാണ്. മാത്രമല്ല ഈ തരത്തിലുള്ള ഒരു പഠനം വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നടത്തിയതായിട്ട് വാർത്തകളിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സംസ്ഥാന ഗവൺമെന്റിനെ ഈ പ്രമേയം ചർച്ചയ്ക്കെടുത്തതിൽ അങ്ങേയറ്റം അനുമോദിക്കുന്നു. ശരി, ശ്രീ കെ പി നൗഷാദ് അലി, അടിസ്ഥാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഏറ്റവും മാതൃകാപരമായ പൊതുപ്രവർത്തനം എന്നത് നമുക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ ഒരാൾ കാണിക്കുന്ന ഇടപെടലാണ്. ഒരാളോ ഒരു പ്രസ്ഥാനമോ ഒരു സംവിധാനമോ കാണിക്കുന്ന ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലാണ്. അതാണ് ഏറ്റവും മാതൃകാപരമായ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുക. അതിൻ്റെ ഭാഗമായി ഈ ജനാധിപത്യ നാട്ടിൽ നമ്മുടെ നാട് അതിദരിദ്രരില്ലാത്ത, അതായത് പരസഹായമില്ലാതെ അതിജീവനം സാധ്യമല്ലാത്ത ഒരൊറ്റ കുടുംബവും പോലും ഈ നാട്ടിൽ ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തിൽ സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കുന്നു. അതിൻ്റെ ഭാഗമായി ഏറ്റവും അടിസ്ഥാന വർഗ വിഭാഗങ്ങളിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അവരുടെ മൈക്രോ ലെവലിൽ പദ്ധതികൾ രൂപീകരിച്ച് അത് നടപ്പാക്കി ഈ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ ഇനി അതിദരിദ്രരുണ്ടാകില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഈ നാട്ടിലെ ഏത് പൗരനും ഏത് സന്ദർഭത്തിലും കോടതിയെ സമീപിച്ച് ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് സമീപിക്കാൻ പറ്റുന്ന തരത്തിൽ അവരെ പ്രാപ്തരാക്കുന്ന, അവരെ ശക്തരാക്കുന്ന ഒരു തീരുമാനമായി ഈ പ്രഖ്യാപനത്തെ നമുക്ക് കാണാം. ഇത്തരമൊരു ഘട്ടത്തിൽ എന്തിനാണ് ഇത്? ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന സ്റ്റണ്ടാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് നിങ്ങൾക്ക് പറയാം, അത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. സ്ത്രീകൾക്ക് 1000 രൂപ നൽകാൻ തീരുമാനിച്ചത് തൊഴിലില്ലാത്തവർക്ക് നിങ്ങൾക്ക് പറയാം, അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടിയത് നിങ്ങൾക്ക് പറയാം, ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. പക്ഷേ ഈ നാടിനെ അതിദരിദ്ര സംസ്ഥാനമാക്കി മാറ്റി എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പാർട്ടിയോ മുന്നണിയോ അതിൻ്റെ പേരിൽ വോട്ട് ചെയ്യും എന്നത് നമുക്ക് യുക്തിസഹമായി ആലോചിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഈ ഘട്ടത്തിൽ എന്തിനാണ് ഇതൊരു ശുദ്ധ തട്ടിപ്പാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇന്ന് ഈ നല്ല ദിനത്തിൽ, കേരളപ്പിറവി ദിനത്തിൽ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതികരിച്ചത്? എന്താണ് നിങ്ങളുടെ ന്യായം? എന്താണ് അതിലെ യുക്തി? ഗോപികൃഷ്ണൻ, ഇവിടെ ഇത്തരമൊരു പ്രചാരണം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ, ഞാൻ ഏറെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, അതായത് പേര് നായാട്ടും കൂട്ടാൻ മത്തൻ്റെ ഇലയും എന്നാണ് ആ ചൊല്ല്. അപ്പോൾ അതുപോലെയാണ് ഇന്നിപ്പോൾ ഈ പ്രഖ്യാപനത്തെ തുടർന്നുള്ളൊരു സാഹചര്യത്തെ ഞാൻ വിലയിരുത്തുന്നത്. പേര് നായാട്ടാണെങ്കിലും ഇവിടെ കൂട്ടാൻ മത്തൻ്റെ ഇല തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രഖ്യാപനം നടത്തുന്ന ആളുകളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് 2016 അധികാരത്തിലേറുമ്പോൾ 1.8 ലക്ഷം കോടി പൊതുകടമുള്ളൊരു സംസ്ഥാനത്തെ 7.5 ലക്ഷം കോടി കടത്തിലേക്ക് നയിച്ച ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും, അതുപോലെ തന്നെ ഇവിടെ അതിദരിദ്രർ എന്ന പട്ടികയിൽ ഉൾപ്പെട്ടുകൊണ്ട് 5.25 ലക്ഷം കുടുംബങ്ങൾ മാസം തോറും അന്ത്യോദയ അന്നയോജന എന്ന പദ്ധതി പ്രകാരം ധാന്യങ്ങൾ സൗജന്യമായി മഞ്ഞക്കാട് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു സംസ്ഥാനമാണ്. ഇപ്പം അതിദാരിദ്ര്യം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാർഡുകളൊക്കെ റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്ക് സർക്കാർ മുന്നോട്ട് പോവോ? കേന്ദ്രത്തിൽ കാർഡുകൾ പോലും ഇല്ലാത്ത, ഒരു രേഖ പോലും ഇല്ലാത്ത ആളുകളുടെ കാര്യമല്ലേ ഈ പറയുന്നത്? അതായത് ഒരു പരസഹായം കൂടാതെ അതിജീവനം സാധ്യമാകാത്ത ആളുകളുടെ കാര്യം, ഭൂമി, വീട്, ചികിത്സ, പഠനാവശ്യങ്ങൾക്കുള്ള ധനസഹായം, ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന തരത്തിലൊരു മൈക്രോ പ്ലാനല്ലേ ഇതിന് പിന്നിൽ സംവിധാനം ചെയ്തിരുന്നത്?
അല്ല ഞാൻ ഗോപികൃഷ്ണൻ ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഇവിടെ ഏത് പാരാമീറ്റേഴ്സ് വെച്ചാണ് ഇവർ അതിദാരിദ്ര്യം അളന്നിട്ടുള്ളത്? എത്ര പേരെയാണ് ഇവർ അതിദരിദ്രരായിട്ട് കണ്ടെത്തിയിരുന്നത്? അവരുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താൻ ഘട്ടം ഘട്ടമായിട്ട് എന്ത് പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത്? അതിന് എത്ര കോടി രൂപയാണ് ഇവർ വകയിരുത്തിയിട്ടുള്ളത്? അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? അവർ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിതരായതിൻ്റെ പ്രകടമായ സൂചനകൾ എന്തൊക്കെ? ഇതൊക്കെ ആധികാരികമായി പഠിച്ചവരാരാണ്? ഇതിൻ്റെ റിപ്പോർട്ടുകൾ അവലംബം എന്താണ്? എന്ത് തരത്തിലുള്ള ഔദ്യോഗിക സ്വഭാവമാണ് ഈ കണക്കുകൾക്കൊക്കെ ഉള്ളത്? ഇതൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വരുമ്പോൾ തങ്ങൾ കോടികൾ കൊടുത്തേൽപ്പിച്ച PR ഏജൻസിക്കാർ നൽകുന്ന ഉപദേശപ്രകാരം ഓരോ വിഡ്ഢിവേഷങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടർച്ചയായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പലതും അദ്ദേഹത്തിന് പൊള്ളലേൽക്കുന്നു. ഇതിലും യാതൊരു തർക്കവും വേണ്ട. ഈ കപട നാടകത്തെ കേരളത്തിലെ ജനങ്ങൾ കാർക്കിച്ചു തുപ്പും. ഇടപെടുന്നതിൽ താങ്കൾ ഒരു അസഹിഷ്ണുത കാണിക്കരുത്. ഞാൻ ഒറ്റ കാര്യത്തിന്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ അല്പം മുൻപ് നമ്മളോട് സംസാരിച്ച കാരശ്ശേരി മാഷ് പറഞ്ഞു, പ്രതിപക്ഷവും പണിയെടുക്കട്ടെ, നിങ്ങൾ പറയൂ എവിടെയാണ് സർക്കാരിന് പിഴച്ചത്, എന്താണ് ഈ പ്രഖ്യാപനത്തിലെ അപാകത, ഏത് കണക്കാണ് തെറ്റിപ്പോയത്, ഇതിലെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതിൽ എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങളിത് ശുദ്ധമായ തട്ടിപ്പാണെന്ന് പറയുന്നത്? നിങ്ങൾക്കുമുണ്ടല്ലോ ഉത്തരവാദിത്വവും ബാധ്യതയും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട. അല്ല, ഇനി ഞാനത് എന്തുകൊണ്ടാണ് അത് തട്ടിപ്പ് എന്ന് ആളുകൾ ചിന്തിക്കുന്നതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഗോപികൃഷ്ണ, ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ GSDP കടം അനുപാതം അത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നിരക്കിലാണ് ചെന്നെത്തി നിൽക്കുന്നത്. ഒന്ന്. രണ്ടാമതായിട്ട് കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനവും കടമെടുപ്പിൻ്റെ തിരിച്ചടവും തമ്മിലുള്ള അനുപാതം ഇന്ന് 40%. അത് ദേശീയ ശരാശരി 29.8%. 2011 സെൻസസ് പ്രകാരം ഏറ്റവും ആധികാരികമായ കണക്കാണ്. 1.15 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായിട്ട് 4.25 ലക്ഷം പൗരന്മാരെ അതിദരിദ്രരായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതമായതിൻ്റെ എന്ത് കണക്കുകളും എന്ത് തെളിവുകളും ഉപോത്ബലകമായ എന്ത് ആധികാരികതയുമാണ് ഈ സർക്കാരിന് പറയാനുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ സർക്കാർ സമ്പൂർണ്ണമായിട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസുകളിൽ നടത്തുന്ന സത്യവാങ്മൂലം, അറ്റോർണി ജനറൽമാർ കേരളത്തെക്കുറിച്ച് നടത്തുന്ന ആധികാരികമായ പരാമർശങ്ങൾ, ഇവിടുത്തെ ധനകാര്യ കമ്മീഷൻ 13, 14, 15 ഒക്കെ കേരളത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ, ഹൈക്കോടതിയിൽ കേരളം പലപ്പോഴായിട്ട് നടത്തിയിട്ടുള്ള സ്വയം സാക്ഷ്യപ്പെടുത്തലുകൾ, വെളിപ്പെടുത്തലുകൾ എല്ലാം കേരളം സമ്പൂർണ്ണമായിട്ടൊരു ദുരന്തത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ്. നമ്മുടെ ധനകാര്യ കമ്മി 10-40,000 കോടിയും നമ്മുടെ റവന്യൂ കമ്മി 10-21,000 കോടി രൂപയുമാണ്. ഈ രാജ്യത്തെ ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളമെന്ന് കേരള സർക്കാർ തന്നെ ആവർത്തിച്ച് നിരവധി വേദികളിൽ ആധികാരികമായും അവരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തി അവർക്ക് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധം എന്ന് തോന്നും വിധം ഇടപെടുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ പൊതുകടവുമായി ബന്ധപ്പെടുത്തി കാണേണ്ടത് എന്തിനാണ്? ഇതൊരു ഇനിഷ്യേറ്റീവാണ്. ഇത് ശ്രീ കാരശ്ശേരി പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് നമ്മുടെ ഇടയിൽ അതിദരിദ്രരുണ്ടെന്നും ഒരു രേഖയിലും പേരില്ലാത്ത ആളുകൾ, വിസ്മൃതിയിലായി പോയവർ, ഈ ഇൻവിസിബിളായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ടെന്നും അവരെ ഏതെങ്കിലും ഒരു രേഖയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിലോ പെടുത്താതെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അതിദരിദ്രരിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ നമ്മൾ എന്തിനാണ് കേരളത്തിന്റെ പൊതുകടവുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തുന്നത്? ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമായ ചോദ്യമാണ്. താങ്കൾ പറയുന്ന വിമർശനത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയണം എവിടെയാണ് സർക്കാരിന് വീഴ്ച പറ്റിയത്. ഇപ്പോൾ നിങ്ങൾ വിമർശിക്കുകയാണ്, ഇത് തട്ടിപ്പാണ്, നിങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി കേരളപ്പിറവി ദിനത്തിൽ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഈ പ്രഖ്യാപനം തട്ടിപ്പാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ നിരയിൽ നിന്നുള്ളവർക്കും ഉത്തരവാദിത്വമുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് എവിടെയൊക്കെയാണ് ഇതിൽ തട്ടിപ്പ് നടന്നതെന്ന് പറയാൻ. കാരണം നിങ്ങളെയും കേൾക്കുന്നവരാണല്ലോ സമൂഹം. ഗോപികൃഷ്ണ, ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞ കാര്യം ഞാനും കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഇത്തരമൊരു ചർച്ച ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായതിലുള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ് പ്രകടിപ്പിച്ചത്. ഇതിൻ്റെ ന്യായാന്യായങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ ഏട്ടിലെ പശുവാണോ അതോ പുല്ല് തിന്നുന്ന പശുവാണോ എന്നൊക്കെ നാട്ടുകാർ ചർച്ച എടുത്ത് തീരുമാനിക്കട്ടെ, അതിനുള്ളൊരു വേദി ഒരുങ്ങിയല്ലോ എന്നൊരു ചാരിതാർത്ഥ്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ അതിനെ തെറ്റായി കൊണ്ടുപോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത ഊഴത്തിൽ അദ്ദേഹം പറയുമായിരിക്കും. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ പൊതുകട
അപകടങ്ങളും ഈ ദുരിതാവസ്ഥയൊക്കെ പറഞ്ഞത് കേരളം ദൈനംദിനം മുന്നോട്ട് പോകാൻ പെടാപ്പാട് പെടുന്നൊരു സംസ്ഥാനമാണ്. അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് ഈ സംസ്ഥാനത്തെ എത്തിച്ച ഒരു സർക്കാർ ഇവിടെ ആശാ വർക്കർമാർക്ക് 233 രൂപയിൽ നിന്ന് കാശ് കൂട്ടിക്കൊടുക്കാൻ തയ്യാറല്ലാതെ അവരെ സാംക്രമിക രോഗം പരത്തുന്ന കീടാണുക്കൾ എന്ന് പാട്ടപ്പിരിവുകാരി എന്ന് പരിഹസിച്ച ഒരു സർക്കാർ, എല്ലാ രംഗത്തും പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്ത് നിൽക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ നിർണായക ഇടപെടലുകൾ നടത്തി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ജലരേഖകൾ മാത്രമാണ്, പച്ച നുണകൾ മാത്രമാണ്. ഇതൊക്കെ തറവാടങ്ങ് ശിഥിലമായിട്ട് അടുപ്പിൽ പുകയാനില്ലാതെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ കൗബീനം അലക്കി ആ മച്ചുംപുറത്ത് ഉണക്കാനിടുന്ന പഴയ തറവാട്ടുകാരുടെ തന്ത്രങ്ങളാണിതൊക്കെ. അപ്പോൾ ഇത്തരം തന്ത്രങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതിന് പല രൂപത്തിലും ഭാവത്തിലൊക്കെ ഇത്തരത്തിലൊക്കെ പ്രത്യക്ഷപ്പെടും. ഇതൊക്കെ നരേന്ദ്രമോദി സർക്കാരിന് ആനുപാതികമായ പദാനുപദമുള്ള ഒരു അനുകരണ പ്രവൃത്തി കൂടിയാണ്. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി ഒരു ആധികാരികതയും ഇല്ലാതെ പച്ച നുണകളെ ഇത്തരത്തിൽ ഉരുട്ടിവിട്ടുകൊണ്ട് ഔദ്യോഗിക ഭാഷ നൽകാൻ ഉതകുന്ന രീതിയിൽ കോടികൾ ചെലവിട്ട് പരിപാടികൾ നടത്തി സ്ഥാപിച്ചെടുത്ത് ജനമനസ്സുകളിൽ ഏതെങ്കിലും തരത്തിൽ അത് പ്ലേസ് ചെയ്യപ്പെടുമോ എന്ന് നോക്കുകയാണ് ഇവർ. പക്ഷേ ഈ ജനമാണ് ഈ സർക്കാരിൻ്റെ ഈ സാമ്പത്തിക രൂക്ഷതയുടെ നേരിട്ടുള്ള ഇരകളായിട്ട് ജീവിതം അരിഷ്ടിച്ച് മുന്നോട്ട് പോകുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസ ശമ്പളമൊന്നും മര്യാദയ്ക്ക് തരുന്ന ഒരു സർക്കാരായിട്ട്, പണ്ട് ശ്രീനിവാസൻ സിനിമയിലെ മകള് പറഞ്ഞല്ലോ, ഈ മാസാമാസം കൃത്യമായിട്ട് ഫീസ് അടക്കുന്ന ഒരു കുട്ടിയായാൽ മതി എനിക്ക് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇവിടുത്തെ ജനത്തെ സംബന്ധിച്ചിടത്തോളം അധിക ഭാരം ഇത് ഈ സമൂഹത്തിലെ മധ്യവർത്തി കുടുംബങ്ങളെ കുറിച്ചല്ല നമ്മുടെ ചർച്ച. ഈ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ മറ്റ് പ്രിവിലേജസുകൾ ഇല്ലാതെ എന്നാൽ അരിഷ്ടിച്ച് ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ചുമല്ല നമ്മുടെ. ഇത് അതിജീവനം തന്നെ അസാധ്യമായി നിൽക്കുന്ന, ഒരിടത്തും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത, മുഖം നഷ്ടപ്പെട്ട, അദൃശ്യരായി നമുക്ക് ചുറ്റും പുറംപോക്കുകളിൽ കഴിയുന്ന അവരെ ഈ സർക്കാർ പരിഗണിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഇതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് നമ്മുടെ ചർച്ച. അല്ല ഗോപികൃഷ്ണൻ, ഇതൊക്കെ പരസ്പര ബന്ധിതമായ സമ്പൂർണമായ ഒരു കാര്യമാണ്. കാരണം സ്വന്തം വീട്ടു ചെലവ് നിത്യവൃത്തി നടത്താൻ സാധിക്കാത്ത ആളുകളൊക്കെ ദാനം ചെയ്യുന്നതിൻ്റെ കണക്കുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് മറുപടി ഇതിന് പറയും? ഇവിടെ അതിദരിദ്രരെ പോവർട്ടി അലീവിയേഷൻ എന്നൊരു കാര്യത്തിൻ്റെ ദിശയിൽ ഒരു ചെറുവിരൽ അനക്കാൻ ശേഷിയില്ലാത്ത, പണമില്ലാത്ത, പദ്ധതിയില്ലാത്ത, ഭാവനയില്ലാത്ത, ധിഷണയില്ലാത്ത, ഇച്ഛാശക്തി ഇല്ലാത്തൊരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവർ സിനിമാ നടന്മാരെയൊക്കെ വലിയ തുകകൾ പ്രതിഫലം നൽകി വിളിച്ചു വരുത്തി ഇവിടെ ദാരിദ്ര്യമില്ല എന്ന് പ്രഖ്യാപിച്ചാൽ, പണ്ട് രാജാവ് നഗ്നനായിട്ട് റോട്ടിലൂടെ നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷഭൂഷകളെ പറ്റി വർണ്ണിക്കാൻ ഇവിടെ വിദൂഷകരെ ചുമതലപ്പെടുത്തിയതിന് സമാനമായിട്ടാണ് സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിയുന്നത്, തോന്നുന്നത്. ഇവിടെ 2002 മുതൽ അഗതികളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ളൊരു പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളാണോ ഇത്? അങ്ങനെയാണെങ്കിൽ ഏത് ഘട്ടത്തിലാണത് എത്തി നിൽക്കുന്നത്? എന്തൊക്കെ ഇടപെടലുകൾ ഇവർ നടത്തിയെന്ന് പറയട്ടെ. ഇവിടെ ലൈഫ് ഭവന പദ്ധതി പോലും 18% മാത്രമാണ് ലക്ഷ്യം നിറവേറ്റിയത് എന്ന് ഇവിടെ CAG റിപ്പോർട്ടിൽ തന്നെ വിളിച്ചു പറയപ്പെട്ട ഒരു സർക്കാരാണിത്. ഇവിടെ അന്ത്യോദയ അന്നയോജന എന്ന പദ്ധതി പ്രകാരം 5,90,000 കുടുംബങ്ങൾ ഗോതമ്പും അരിയും മാസം സൗജന്യമായിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ കുടുംബങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായോ? അവരൊക്കെ റേഷൻ അടുത്ത മാസം മുതൽ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ നിർത്തിവെക്കും. ഏതായാലും അതിദരിദ്രർക്കാണല്ലോ ആ റേഷൻ കൊടുക്കുന്നത്. അതില്ല എന്ന സ്ഥിതിയിൽ ആ പണം ആ രൂപത്തിൽ വകയിരുത്തുന്നത് മാറ്റുമോ ഈ സർക്കാർ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് പച്ച നുണയാണ്, കള്ളമാണ്. ഇത് ശൂന്യതയിൽ എന്തോ ഉണ്ട് എന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന തട്ടിപ്പാണ്. ഇത്തരം ഹിപ്നോട്ടിക് PR വിദ്യകളൊന്നും കേരളത്തിന്റെ പ്രബുദ്ധ മണ്ണിൽ ചെലവാവുകയില്ല. ഈ സർക്കാരിൽ നിന്ന് പൊള്ളലേറ്റവരാണ് സമസ്ത ജനവിഭാഗങ്ങളും. അതിൽ രാഷ്ട്രീയ ഭേദമില്ല. അവരിൽ നിന്ന് ആക്ഷേപമാണ് ഇതുമായി ബന്ധപ്പെട്ട് വല്ലതും അഭിപ്രായം രേഖപ്പെടുത്തിയ തിരിച്ചു കിട്ടുന്നത്. അത്തരം ധിക്കാരികൾ ഇത്തരത്തിലുള്ള അവസാന നിമിഷത്തിലെ അംഗവും അഭ്യാസവുമായിട്ട് വരുമ്പോൾ അതിനേക്ക് അർഹിക്കുന്ന പുച്ഛത്തോടെ കാണാനും അതിനെ അനാവൃതമാക്കാനും കേരളത്തിലെ ജനങ്ങളാണ്. ഗോപികൃഷ്ണൻ, എനിക്ക് പറയാനുള്ളത് ഏറ്റവും ദരിദ്രർ എന്ന് അടയാളപ്പെടുത്തി നമ്മൾ നൽകുന്ന മഞ്ഞ കാർഡ്, റേഷൻ കാർഡ്, അതിൽ പെടുന്ന ഏതാണ്ട് 5.5 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളുണ്ട്. അവർ ഉൾപ്പെടുന്നതാണോ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഈ 64,006 കുടുംബങ്ങളുടെ കാര്യം? അവർ മാത്രമാണോ ഈ അതിദരിദ്രരായിട്ടുള്ളത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്.
പിന്നെ ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക വിദഗ്ധരുമായിട്ടുള്ള ആളുകളിൽ ഒരു വിഭാഗം ഉയർത്തുന്ന ചോദ്യമാണ് ഈ ഏത് മാനദണ്ഡ പ്രകാരമാണ് ഈ അതിദരിദ്രരെ നിശ്ചയിച്ചിട്ടുള്ളത്? 2002 ആശ്രയ പദ്ധതി അത് പ്രകാരം കണ്ടെത്തിയ അഗതി കുടുംബങ്ങൾ 1,18,309. അതിൻ്റെ തുടർച്ചയാണോ ഈ പദ്ധതി? എങ്ങനെയാണ് അത് 64,006 ചുരുങ്ങിയത് എന്ന ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇതിൻ്റെ മാനദണ്ഡം എന്താണ്? ഇത് കണ്ടെത്തിയ രീതി എന്താണ്? ഇതിൻ്റെ ശാസ്ത്രീയ എത്രത്തോളമുണ്ട്? ഇത് കൃത്യമായിട്ട് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ലോകത്തിന് മുന്നിലുള്ള മാതൃകയായി കേരളത്തെ ഈ അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ പേരിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതാണ് ചോദ്യം. ഗോപികൃഷ്ണ, യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ UDF-ൻ്റെ വക്താവിന് കുറച്ചുകൂടി അധികം സമയം കൊടുത്താലും എനിക്ക് പരാതിയില്ല. കാരണം നൗഷാദ് അലിയെപ്പോലുള്ള ആളുകൾ കേരളത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ഈ പാവപ്പെട്ട ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എന്തെല്ലാം പദങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പേര് നായാട്ട് കൂട്ടാൻ മത്തൻ, പിന്നെ എന്താ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. എന്തിനാണ് അദ്ദേഹം ഇത്രമാത്രം അസ്വസ്ഥനാവുന്നത്? ഇവിടെ എന്താ സർക്കാർ എന്താ ദരിദ്രരായിട്ടുള്ള ആളുകൾ പിടിച്ച് ജയിലിലിട്ടോ? നമ്മുടെ ഗവൺമെൻറ് ഇന്ന് സംസ്ഥാനം രൂപീകരിച്ചിട്ട് 69 വർഷം തികയുന്ന ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പദ്ധതി, ഒരു പ്രഖ്യാപനം നടത്തുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അതെന്തെങ്കിലും കുറ്റമാണോ ചെയ്തത്? ഇവിടെ എന്താണ് അതിദരിദ്രരുടെ കാര്യത്തിനകത്ത് ഗവൺമെൻറ് പറഞ്ഞത്? ഇന്നലെ ബഹുമാനപ്പെട്ട MP രാജേഷ് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് വളരെ കൃത്യമായി ആ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വിശദീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വളരെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ലോകത്ത് ചൈന കഴിഞ്ഞാൽ പിന്നെ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ മോചിപ്പിക്കുന്ന ഒരു പ്രദേശം കേരളമാണ്. അത് ഇപ്പോൾ ഈ കണക്കുകളൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ UDF-ൻ്റെ ആൾ പറഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടെത്തിയത് ഇന്നലെ MP രാജേഷ് വിശദീകരിച്ചിട്ടുണ്ട്. UDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത്, UDF ഭരിക്കുന്ന കോർപ്പറേഷൻ, UDF ഭരിക്കുന്ന പഞ്ചായത്ത്, അവിടെയെല്ലാം ഇത്തരം സർവേ നടത്തിയിട്ടുണ്ട്. ഗ്രാമസഭ നടത്തിയിട്ട് ഇതിൻ്റെ മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയൊന്നും ഒരു എതിർപ്പും ഈ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ആരും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇത് നേരത്തെ കിലയെ ചുമതലപ്പെടുത്തി അവരതുമായി ബന്ധപ്പെട്ട പഠന കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക ക്ലാസ് എടുത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് എങ്ങനെയാണ് ഈ സർവേ പൂർത്തീകരിക്കേണ്ടത് എന്ന് സമഗ്രമായി ഏതെങ്കിലും 1-2 ദിവസം എടുത്തിട്ടില്ല, 2 മാസം കൊണ്ടല്ല, ഇത് വളരെ കൃത്യമായ കാലയളവിൽ നടത്തിയിട്ടൊരു പ്രക്രിയയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 59,277 കുടുംബങ്ങളെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ ആദ്യഘട്ടത്തിൽ 64,006 കണ്ടെത്തിയിരുന്നു. 1,03,099 അതിദരിദ്ര വ്യക്തികളെ കണ്ടെത്തി. അപ്പോൾ മരിച്ചവർ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിപ്പോയവർ, ഒന്നിലധികം തദ്ദേശ സ്ഥാപന പട്ടികയിൽ ഉൾപ്പെട്ടവരെല്ലാം കൂടി ചേർത്ത് 4,729 പേര് ഉണ്ട് എന്ന് മനസ്സിലാക്കി. അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് 59,277 ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആഹാരം പോലും കണ്ടെത്താനാവാത്ത 20,648 കുടുംബങ്ങളുണ്ട്. ഇല്ല എന്നിപ്പോൾ നൗഷാദ് അലിക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഇതെല്ലാം തട്ടിപ്പാണ്, 20,648 ആളില്ല എന്ന് പറയട്ടെ. 4,677 ആളുകൾക്ക് പുതിയ വീട്, അതിനകത്ത് 4,005 പൂർത്തീകരിച്ചു കൊടുത്തു. 672 പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പണി തീരുന്നത് വരെ സുരക്ഷിത താമസം ഉറപ്പാക്കി ചില ആൾക്ക് വാടക വീട് നിർമ്മിച്ചു കൊടുത്തു. പുനരുദ്ധാരണം വേണ്ട 5,646 വീടുകളിൽ എണ്ണം കണക്കാക്കിയിട്ട് 5,522 വീട് പുനരുദ്ധീകരണം പൂർത്തിയായി കൊടുത്തു. ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ, സർവേയുടെ അടിസ്ഥാനത്തിൽ ഉപഭോക്താക്കളെ കണ്ടെത്തി ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന സന്ദർഭത്തിൽ എന്തൊക്കെയാണ് ഇവിടെ വിളിച്ചു പറയുന്നത്? ഇവരിപ്പോൾ വിളിച്ചു പറയുന്നത് 4.5 ലക്ഷം അതിദരിദ്രർ ഉണ്ട് എന്ന്. അത് നേരത്തെ നിയമസഭയിൽ മറ്റേ IAY കാർഡുമായി ബന്ധപ്പെട്ട് കണക്കാണ് മന്ത്രി നേരത്തെ പറഞ്ഞത്. അത് ഇവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ല. ഇവരിപ്പോൾ പറയുന്നത് ഇതെല്ലാം കള്ളക്കണക്കാണ്, ഇതൊന്നും നടപ്പാവാൻ പോകുന്നില്ല എന്നാണ്. ഞാൻ നടപ്പായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഞാൻ പറയാം. ഈ നൗഷാദ് അലി വലിയ വർത്തമാനം പറഞ്ഞല്ലോ ഒന്നും നടപ്പാവില്ല എന്ന്. നിങ്ങളുടെ കാലത്ത് 2011 മുതൽ 2016 വരെ എത്ര ആളുകൾക്കാണ് നിങ്ങൾ വീട് വെച്ചു കൊടുത്തത്? ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു, വെറും എത്രയാണ് 4,68,436 പേർക്ക് മാത്രമേ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നാണ്. അദ്ദേഹം വെറും എന്നാണ് അതിനു മുന്നേ പ്രയോഗിച്ചത്. വെറും 4,68,436. എന്നാൽ UDF-ൻ്റെ കാലത്തോ 3,000 വീടാണ്.
ആ 3000 വീടിനെ വെറും എന്നാണോ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുക പ്രതിപക്ഷ നേതാവ്? നിങ്ങൾ പറഞ്ഞല്ലോ ഒന്നും കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതെല്ലാം ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണ് എന്ന്. 600 രൂപയായിരുന്നല്ലോ നേരത്തെ പെൻഷൻ ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 2000 ആക്കി ഉയർത്തിയിട്ടുണ്ടല്ലോ. ആശാ വർക്കർമാർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 500-ൽ നിന്ന് 1000 ആക്കി അല്ലേ? പിന്നെ 1 രൂപ പോലും കൂട്ടിയിട്ടില്ലല്ലോ. ആ 1 രൂപ കൂട്ടാത്തടത്തു നിന്നാണ് ഇപ്പോൾ 7000-ൽ നിന്ന് 8000-ലേക്ക് മാറ്റിയത്. അപ്പോൾ 1000 രൂപയിൽ നിന്ന് 8000 രൂപയാക്കി വർദ്ധിപ്പിച്ചത് വെറുതെ തമാശയാണോ? അതിവിടെ കൊടുത്തതല്ലേ? ഇപ്പോൾ നൗഷാദ് അലി പറയുന്നത് ഇവിടെ കേരളം ഭയങ്കരമായ കടത്തിലാണ്, ഇവിടെ എന്താ തറവാട് മുടിഞ്ഞിരിക്കുകയാണെന്ന്. അതിനെന്തിനാ നൗഷാദ് അലി ഇത്ര ബേജാറാവുന്നത്? കേരളം കടത്തിലായാൽ പോലും ഈ അതിദരിദ്രരായിട്ടുള്ള ആളുകളുടെ ഭക്ഷണക്കാര്യത്തിൽ, താമസത്തിൻ്റെ കാര്യത്തിൽ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ ഒരു മുൻകൈ എടുക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കല വേണ്ടത്. കേരളം അതിൻ്റെ തനത് വരുമാനം കൂട്ടിയില്ലേ നൗഷാദ് അലി? UDF കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 23% തനത് വരുമാനത്തിൽ വർധനമുണ്ടായി. നികുതി വരുമാനം കൂട്ടി. നികുതി വരുമാനം കൂട്ടിയത് CAG റിപ്പോർട്ടിനകത്ത് അടിവരയിട്ട് പറയുന്നുണ്ട്. 2022-23 നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ 23.36% വർധനമുണ്ടായി നൗഷാദ് അലി. എന്ന് പറഞ്ഞാൽ 71,968.16 കോടിയായി നമ്മുടെ നികുതി വരുമാനം ഉയർന്നു. നികുതി വരുമാനം മാത്രമല്ല, നികുതിയേതര വരുമാനത്തിൽ 44.50% വർധനമുണ്ടായി. എന്ന് പറഞ്ഞാൽ 15,117.96 കോടിയുടെ നികുതിയേതര വരുമാനം ഉണ്ടാക്കി. മൊത്തം വരവിൽ 13.79% വർധനമുണ്ടായി. എന്ന് പറഞ്ഞാൽ 1.32 ലക്ഷം കോടിയുടെ മൊത്തം വരുമാനത്തിൽ വർധനമുണ്ടായി. ചെലവിൽ കുറവുണ്ടായി. ചെലവിൽ കുറവ് എന്ന് പറയുമ്പോൾ 2.75% കുറവുണ്ടായി. റവന്യൂ കമ്മി 68.77% കുറഞ്ഞു. ധനക്കമ്മിയിൽ കുറവ് വന്നു. 44.50% ധനക്കമ്മിയിൽ കുറവ് വന്നു. ഇങ്ങനെ ധനക്കമ്മിയിൽ കുറവുണ്ടായി, റവന്യൂ കമ്മിയിൽ കുറവുണ്ടായി, നികുതിയേതര വരുമാനം കൂടി, നികുതി വരുമാനം കൂട്ടി, മൊത്തം വരുമാനത്തിൽ വർധനമുണ്ടായി, മൊത്തം ചെലവിൽ കുറവുണ്ടായി. ഇങ്ങനെയൊക്കെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് അതിദരിദ്രരെ ഒഴിവാക്കി അല്ലെങ്കിൽ അതിദരിദ്രർ ഇനി മുതൽ നമ്മുടെ നാട്ടിലില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്, ഈ ഏതാണ്ട് 1.25 ലക്ഷം വരുന്ന ആദിവാസി കുടുംബങ്ങൾ, അവർ അതിദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടോ? മഞ്ഞക്കാട് അർഹരായിട്ടുള്ള ദരിദ്രർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവർ, അതായത് അന്ത്യോദയ അന്ന യോജനയിൽ ഉൾപ്പെട്ടവർ, അവർക്ക് ഇനി കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം അത് കിട്ടാനുള്ള സാധ്യതകൾ ഇതോടുകൂടി അടഞ്ഞോ? അവരെ ദരിദ്രരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ഏതൊക്കെ വിഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്? ആരൊക്കെയാണ് അവർ ഇതിൽ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത്? ആർക്കൊക്കെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള സേവനങ്ങൾ മുടങ്ങാൻ പോകുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾക്ക് മറുപടി വേണ്ടേ? ഒരു വിമർശനത്തിനും അടിസ്ഥാനമില്ല. അങ്ങനെ എന്തെങ്കിലും വിമർശനത്തിന് ഔദ്യോഗികമായ ഉത്തരം വേണമെങ്കിൽ ഇന്ന് സഭയിൽ ഉന്നയിക്കാമായിരുന്നു, നേരത്തെ പ്രതിപക്ഷ നേതാവിന് ഉന്നയിക്കാമായിരുന്നു. ഈ പ്രതിപക്ഷത്തിൻ്റെ കാര്യം എന്താണ്? അവർക്ക് ഇത് മൊത്തത്തിൽ കുളമാക്കണം അല്ലേ? കേന്ദ്രം ഇങ്ങോട്ട് പണം കൊടുക്കരുത്, അപ്പോൾ കേരളത്തിൻ്റെ എന്തോ കുറവ് കൊണ്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നത്, അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ നടത്തിയിട്ട് അടുത്ത അധികാരത്തിൻ്റെ കസേര ഉറപ്പിക്കണം എന്ന ദുഷ്ടബുദ്ധിയല്ലാതെ മറ്റെന്താ പ്രതിപക്ഷത്തിനുള്ളത്? പ്രതിപക്ഷത്തിന് എന്ത് ആത്മാർത്ഥതയാണ് ഇക്കാര്യത്തിലുള്ളത്? ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ദാരിദ്ര്യം ഇല്ലാതാക്കി എന്നല്ല പറയുന്നത്. ദാരിദ്ര്യം ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞെല്ലാം പെടും. ഇത് അതിദാരിദ്ര്യമാണ് ഗോപികൃഷ്ണ. ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് കാശില്ലാത്തവരുണ്ടായിരുന്നു, അസുഖം വന്നാൽ ചികിത്സിക്കാൻ കാശില്ലാത്തവരുണ്ടായിരുന്നു, വീടില്ലാത്തവരുണ്ടായിരുന്നു, റേഷൻ കാർഡ് ഇല്ലാത്തവരുണ്ടായിരുന്നു, ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്തവരുണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങേയറ്റം പാർശ്വവൽക്കരിക്കപ്പെട്ട, ആരോരുമില്ലാത്ത, ജീവിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി, അതിനൊരു പദ്ധതി ഉണ്ടാക്കി അവരെയെല്ലാം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത്, അത് എന്തിനാണ് അതിനോട് ഇത്രമാത്രം വിദ്വേഷത്തോടുകൂടി അതിന് കാണുന്നത്? ഇനി പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥ ദൗത്യം ദാരിദ്ര്യം അല്ലെങ്കിൽ അതിദരിദ്രരായിട്ടുള്ള പട്ടികയിൽപ്പെടുത്തേണ്ട ഇന്ന ആളുകളുണ്ട്, നിങ്ങളത് നല്ല സെൻസിൽ ചൂണ്ടിക്കാണിക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ ഇത്? സർക്കാർ ഇതാ ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുന്നു, പക്ഷേ ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്, ഇതാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറയാലോ. അതുകൊണ്ട് ഈ ചെയ്ത കാര്യം തന്നെ തട്ടിപ്പാണെന്നും ഈ ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നും ഇവിടെ കേരളത്തിൽ ശമ്പളം മുടങ്ങിയുള്ള ഘട്ടത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ് ഇതൊക്കെ എന്ന വിമർശനവും അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെട്ട തുക സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ വിമർശനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് ചർച്ചയുടെ 2ാം ഘട്ടത്തിൽ അല്ലല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിൽ ഒരു മിനിറ്റ് നിങ്ങൾ ഈ പറഞ്ഞ ഒറ്റ കാര്യം അല്ല, ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണ്. തെരഞ്ഞെടുപ്പ് ഇപ്പല്ലേ പ്രഖ്യാപിക്കുന്നത്?
രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നിട്ട് ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത അതെ ഞാൻ താങ്കളിലേക്ക് വരാം. ആ ചോദ്യം ഞാൻ വരാം. പ്രകടന പത്രികയിൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരി പിന്നെ ഞാൻ വരാം. എങ്ങനെയാണ് ഈ പറഞ്ഞ വാദം ശരിയാവുക? സനോജ് ഞാൻ വരാം. ശ്രീ ശ്യാംരാജ്, ഈ കേരളം ഒന്നാകെ അഭിമാനം കൊള്ളേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ പ്രതിപക്ഷം ഈ സഭ ബഹിഷ്കരിക്കുന്നു, ഇത് തട്ടിപ്പാണെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു ശീലം കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ് ഇന്ന് ഇപ്പോൾ വൈകുന്നേരത്തെ ഈ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതിദരിദ്രരില്ലാത്ത ഒരു നാട്ടിൽ കഴിയേണ്ടി വരുന്നതിൻ്റെ അഭിമാനം പേറേണ്ടതുണ്ട് ഈ നാട്ടിൽ ഓരോരുത്തരും എന്നാണ് ഈ സർക്കാർ പറയുന്നത്. BJPക്ക് ഇതിൽ എന്താണ് അഭിപ്രായം? ശ്രീ ഗോപികൃഷ്ണൻ നോക്കൂ, ഇപ്പോൾ അറിയാതെയാണെങ്കിലും ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യം, ദരിദ്രർ ഇനിയും ഉണ്ടാവാം, അതിദരിദ്രരെയാണ് ഞങ്ങൾ മാറ്റിയത് എന്നുള്ളതാണ്. ഇനി അതാണെന്ന് തന്നെ വെച്ചു, 64,000-ഓളം ഇവർ പറയുന്ന നമ്പർ അനുസരിച്ചിട്ടാണെങ്കിൽ 64,000 പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ഇവർ മുക്തരാക്കിയെന്ന് വിചാരിച്ചു. അതിന് ഈ 1.5 കോടി രൂപയുടെ ചെലവെന്തിനാണ്? ഇതിന് ധൂർത്ത് എന്നതിനപ്പുറത്തേക്ക് മറ്റെന്താണ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക? 3.5-4 കോടിയോളം വരുന്ന കേരള ജനതയിലെ 64,000 ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയെന്ന് ഇവർ പറയുമ്പോൾ അതിൻ്റെ ചെലവ് എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് നമ്മൾ അറിയുന്ന 1.5 കോടിയാണ്. സിനിമാ താരങ്ങളെ വിളിക്കുക, വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുക, അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളിൽ മുഴുവൻ പരസ്യം കൊടുക്കുക. ഞാൻ പറയുന്നത് എൻ്റെ സനോജയ, ആ പണം കൂടി ഇവിടുത്തെ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അത്ര കൂടി ദാരിദ്ര്യം നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇവിടെ ചില ഗോപികൃഷ്ണൻ ഞാൻ നിങ്ങൾക്ക് മോഡിയോട് പറയാം. ശരി, കേരളത്തിന്റെ മുഖ്യമന്ത്രി മോഡിയാണോ? നിങ്ങളല്ലേ പറയുന്നത്? നിങ്ങളല്ലേ കേരളത്തിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞത്? നിങ്ങൾ പറയുന്നത് നിങ്ങളല്ലേ കേരളത്തിൽ നിന്ന് ദാരിദ്ര്യം മാറ്റി എന്ന് പറയുന്നത്? മോദിയോട് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു തരാന്നേ. കേരളത്തിൽ എന്റെ സനോജയെ 10-56 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ അരി കൊടുക്കുന്ന മോഡിയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ റിയാസിലെ മുഹമ്മദ് റിയാസ്, നിങ്ങളുടെ മന്ത്രി, ആ മന്ത്രി ഫ്ലക്സ് അടിച്ച് വെക്കുന്ന മോഡിയുടെ പൈസ വെച്ചുണ്ടാക്കുന്ന റോഡ് വെച്ചിട്ടാണ് എന്റെ സനോജയെ. മനസ്സിലായില്ലേ? മോഡി നന്നായിട്ട് കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. മോഡിയോട് പറയുന്നത് മോഡിയുടെ പൈസ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള റോഡിന്റെ ഫ്ലക്സ് വെക്കുന്നതെന്ന് മനസ്സിലായില്ലേ? നരേന്ദ്രമോദി ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി 3000 കോടി ചെലവഴിച്ചു. അതിന്റെ നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റ് കേരളത്തിൽ പിണറായി വിജയൻ ഇവിടെ നരേന്ദ്രമോദി അല്ല പറഞ്ഞത്, ഇവിടെ പിണറായി റെയിൽവേ സ്റ്റേഷനിൽ നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റ് നാണം ചെലവ് 3000 കോടി. നാണം വേണമെന്നേ. 64,000 പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി എന്ന് പറഞ്ഞിട്ട് 1.5 കോടി 2 കോടി പണം മുടക്കുന്ന നിങ്ങൾക്ക് നാണം വേണമെന്നേ. ഞാൻ പേടിയുണ്ട്, ഞാൻ പറയട്ടെ. ശരി സനോജ്, ഏതായാലും അത് ശ്യാംരാജ് കേട്ടു. ശ്യാംരാജ് ഏതായാലും കേട്ടു. താങ്കൾ പറഞ്ഞ ഈ മോഡിയുടെ സെൽഫി പോയിന്റിന്റെ കാര്യം ശ്യാംരാജ് കേട്ടു. ഇനി ബാക്കി കാര്യങ്ങൾ പറയട്ടെ സനോജ്. ഗോപികൃഷ്ണൻ, എന്റെ സമയമാണ്. എന്റെ സമയമാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു 3 ചിത്രങ്ങൾ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. 3 അല്ല 4 ചിത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ ഒന്ന് പ്രദർശിപ്പിച്ചാൽ നന്നായിരിക്കും. ഒന്ന് ഇവിടെ നമ്മുടെ മലപ്പുറത്തുള്ള നിലമ്പൂരിലെ ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് കെട്ടിച്ചേർത്തിട്ടുള്ള വീടുകളാണ്. ആ വീടുകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. രണ്ടാമത്തെ നിങ്ങളൊന്ന് കാണിക്കണം, നിങ്ങൾ സ്ക്രീനിലൊന്ന് കാണിക്കണം. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് എടമലക്കുടിയിൽ വിവേക് എന്ന് പറയുന്ന ഒരു കുട്ടി, കൊച്ചുകുട്ടി, അവന്റെ കുടിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതുകൊണ്ട് ആളുകൾ ഒരു കമ്പിൽ കെട്ടി ചുമന്നുകൊണ്ട് പോകുന്നതാണ്. ആ ആളുകളെ ഇവർ സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നോ? അടുത്ത ചിത്രം ഞാൻ കാണിച്ചു തരാം. ഇതേ ഇടമലക്കുടിയിൽ പ്ലാസ്റ്റിക് വെച്ചിട്ട് കെട്ടിപ്പൊക്കിയ ഒരു വീട്, നിങ്ങൾ സ്ക്രീനിലൊന്ന് കാണിക്കണം ഗോപികൃഷ്ണ. പ്ലാസ്റ്റിക് വെച്ച് കെട്ടിപ്പൊക്കിയ വീട്, ഈ ആളുകളെ ഇവരുടെ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാന്നേ. ഇടമലക്കുടിയിൽ ഈ അവിടുത്തെ ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് 4 മണിക്കൂർ യാത്ര ചെയ്താലാണ് മൂന്നാർ എത്താൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി 1 സൈഡ് ജീപ്പിന്റെ കൂലി എത്ര? ഒരു ആശുപത്രി പോകണമെങ്കിൽ 3500 രൂപ. ആ ആളുകളെ ഇവർ ഈ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടോ? ഒരാളുകളെയും പെടുത്തിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരാളുകളുടെ അടുത്ത് ഇവർ ചോദിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇന്ന് കേരളത്തിലെ പലയിടങ്ങളിലെയും, പ്രത്യേകിച്ച് പിന്നോക്ക ഇടങ്ങളിലെ ധാരാളം ആളുകളെ വിളിച്ചു. ആളുകളോട് ഞാൻ ചിത്രം ഒന്നുകൂടെ കാണിച്ചു തരാം. ആ ആളുകളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു നിമിഷം ഇതൊന്ന് കാണിക്കണം. ഞാൻ ധാരാളം ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു സർവേ നടന്നിട്ട് നിങ്ങളുടെ ആളുകളോട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഒരിടത്തും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സർവേ തന്നെ കള്ളമാണെന്ന്. ഇത്തരത്തിൽ രീതിയിൽ വേണ്ട ആളുകളോട് ചോദിച്ചിട്ട് ഒരു സർവേ, അതിനകത്ത് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് താങ്കൾ ശ്രദ്ധിച്ചോ? പരസഹായമില്ലാതെ അതിജീവനം സാധ്യമല്ലാത്ത ആളുകൾ, കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആളുകൾ, അവരെ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്നതാണ് അതിദരിദ്രർ. അവിടെയാണ് സനോജ് പറഞ്ഞത് ദരിദ്രരെ പൂർണ്ണമായി ഇല്ലാതാക്കി എന്നതല്ല, അതിദരിദ്രർ എന്ന നിർവചനത്തിന് കീഴിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അതായത് ഇതിന് സാങ്കേതികമായി ഇക്കാര്യത്തിൽ അവർക്ക് അടിയന്തര പരിചരണം ആവശ്യമായ ആളുകൾ, ഇടക്കാല പരിചരണം ആവശ്യമായ ആളുകൾ, അവർക്ക് വേണ്ട ദീർഘകാല പരിചരണം, ഇങ്ങനെ
ഇതിൻ്റെ എക്സിക്യൂഷൻ അതിന് 3 ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് മൈക്രോ ലെവലിൽ ഇവരെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന ഇത്രയും കാലമെടുത്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ അതിദരിദ്രരുടെ ഗണത്തിൽപ്പെടുന്നതാണെന്ന് താങ്കൾ ബോധ്യപ്പെടുത്തണം. അപ്പോഴാണ് ഈ ചർച്ചയിൽ താങ്കളുടെ പോയിന്റ് വാലിഡ് ആവുള്ളൂ. എന്റെ ഗോപികൃഷ്ണ ഒറ്റയ്ക്കൊരു കാര്യം അതിന് ആ പോയിന്റോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, എടമലക്കുടിയില് ആശുപത്രി സൗകര്യമില്ലാതെ കമ്പില് ഒരു വലിയ വടിയില് കെട്ടിക്കൊണ്ടു പോകേണ്ടി വന്നിരുന്ന അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആദിവാസികളെ ഇവർ ഇന്നത്തെ കണക്കിൽ കൂട്ടിയിട്ടുണ്ടോ? അവർ പണക്കാരാണെന്നാണോ പിണറായി സർക്കാർ പറയുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ടാർപോളിൻ വെച്ച് കെട്ടിയ ഏത് ഇല പോലുമല്ല അല്ലെങ്കിൽ ഓല പോലുമല്ല, ടാർപോളിൻ വെച്ച് കെട്ടിയ വീടുകള് ഇന്നും കേരളത്തിൽ 100 കണക്കിനുണ്ടെങ്കിൽ ആ ആളുകളെ പണക്കാരനായിട്ടാണോ പിണറായി വിജയൻ സർക്കാർ കണ്ടിട്ടുള്ളതെങ്കിൽ ഗോപികൃഷ്ണ, പിണറായി സർക്കാരിനോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ 1.5 കോടി ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത്ര ആളുകളുടെയെങ്കിലും പട്ടിണി പോകണമായിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. കൊല്ലം കോർപ്പറേഷനകത്ത് മേയറുടെ ഡിവിഷനിൽ പുള്ളിക്കട എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടുത്തെ ആളുകൾ പറയുന്നു അവിടെ അവർക്ക് വീടില്ല. പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് തുണി മാറി കൊടുക്കാനുള്ള മുറികളില്ല, പോട്ടെ ശൗചാലയങ്ങൾ പോലുമില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നത്, കേരളത്തിന്റെ സർക്കാരിനോട് ചോദിക്കുന്നത്, കേരളത്തില് LDF ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷനകത്ത് മേയറുടെ ഡിവിഷനിലുള്ള ഒരു കോളനി, ആ കോളനിയിലെ ശൗചാലയങ്ങൾ പോലും ഇല്ലാത്ത വീടുകളെ ഇവർ പണക്കാരെന്നാണ് കൂട്ടിയിരിക്കുന്നത് എന്നൊന്ന് പറയണം. എന്നൊരു കേരളത്തോട് പറയട്ടെ. എന്നിട്ട് പറയുന്നത് അതിനകത്തൊക്കെ ഇപ്പോ നമ്മൾ ഈ പറയുന്ന ഈ ഭാരത് മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, ഇപ്പോ ഈ ശൗചാലയങ്ങൾ എല്ലാ ഇടങ്ങളിലേക്കും എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തിക്കുക, അതിപ്പോഴും എത്താതെ എത്രയോ ഗ്രാമങ്ങളുണ്ട്. ശ്യാംരാജ്, ഒരു പദ്ധതി നടപ്പാക്കുക കിട്ടും. ശരി, മാത്രമല്ല ശ്യാംരാജ്, ഞാനൊരു ഇടവേള എടുത്ത ശേഷം ഇപ്പൊ താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് സനോജിന് മറുപടിയും പറയാനുണ്ടാകും. സനോജ്, ഒരു മിനിറ്റ്, ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് വേഗം വരാം. ബ്രേക്ക് എടുത്തിട്ട് വരാം. അങ്ങനെയെങ്കിൽ ഇവരുടെ കണക്കുകളും മാനദണ്ഡങ്ങളും തെറ്റാണെന്നേ ഞാൻ പറഞ്ഞ. ഈ ആളുകളല്ല, വീട്ടിൽ ടോയ്ലറ്റ് പോലും ഇല്ലാത്ത. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ശ്യാം, ഇവരൊരു മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. 64,006 കുടുംബങ്ങളെ കണ്ടെത്തിയത് എങ്ങനെ? അതിന്റെ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങൾ എവിടെയാ തെറ്റിയിട്ടുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന്, ആളുകളുടെ കണ്ണിൽ ശരി, ഞാൻ ഇടവേള എടുത്തിട്ട് വരാം. ബ്രേക്കിന് ശേഷം സനോജിന് മറുപടി പറയാം. ബ്രേക്കിന് ശേഷം ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ്. കാരശ്ശേരി മാഷെ, ഒരു നേരത്തെ ആഹാരത്തിനായി ഒരാൾക്കും ആരുടെയും മുന്നിൽ ഇനി കൈനീട്ടേണ്ടി വരില്ല. അതിദരിദ്രമുക്ത കേരളം ആയി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പ് ഇതാണ്. അതുപോലെ ഈ ശിശുമരണ നിരക്കിൽ ഉൾപ്പെടെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ്. ഇവിടെ ശ്യാംരാജ് ചോദിച്ചത്, ഈ കാട്ടിൽ അലഞ്ഞു നടക്കുന്ന മലമ്പണ്ടാരങ്ങൾ, വീടും ഭൂമിയും ഒന്നുമില്ലാതെ അവർ ഈ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടില്ലേ? അവർക്ക് എന്ത് ചെയ്തു സർക്കാർ എന്നാണ്. അതുപോലെ ഈ ചികിത്സാ സൗകര്യങ്ങൾ കിട്ടാതെ വളരെ ബുദ്ധിമുട്ടി ഈ അവരെ കൊണ്ടുപോകുന്ന കുറച്ച് ചിത്രങ്ങൾ എനിക്ക് ശ്യാംരാജ് അയച്ചു തന്നിട്ടുണ്ട്. ഇവരൊക്കെ അതിദരിദ്രരുടെ വിഭാഗത്തിൽപ്പെട്ടവരല്ലേ? ഇവർക്ക് വേണ്ടി എന്താണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നാണ് ശ്യാംരാജിന്റെ ചോദ്യം. മാത്രമല്ല, നേരത്തെ ശ്രീ നൌഷാദ് അലി പറഞ്ഞു ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള ഗിമ്മിക്കാണെന്നാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ നടപ്പാക്കപ്പെടുമ്പോൾ, ഇതെല്ലാം വലിയ പരസ്യമായി വരുമ്പോൾ, ഇതിനെല്ലാം ഈ ചലച്ചിത്ര താരങ്ങളൊക്കെ ഇതിൻ്റെ പ്രഖ്യാപന സമ്മേളനത്തിൽ അതിഥികളായി ക്ഷണിക്കപ്പെടുമ്പോൾ ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു സ്റ്റണ്ടാണ് എന്ന നിലയിലുള്ള വിമർശനമാണ് ഇരുവരും ഉന്നയിച്ചത്. താങ്കൾ എങ്ങനെ കാണും? ഗോപികൃഷ്ണൻ, ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്നത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവല്ല പ്രതിപക്ഷം വേണ്ടത്. പ്രതിപക്ഷം സഭയിൽ അത് തുറന്ന് കാണിക്കണം. അവരുടെ കയ്യിൽ വല്ല സ്ഥിതിവിവര കണക്കുകളുണ്ടോ, ഡാറ്റ ഉണ്ടോ, അവർ വല്ല സർവേ നടത്തിയിട്ടുണ്ടോ? ദാരിദ്ര്യത്തെപ്പറ്റി ഒരു സർവേ നടന്നു എന്നുള്ളത് വലിയ കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ ഇപ്പം ഇവരിവിടെ ചർച്ചയിൽ വന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യട്ടെ. അതായത് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതാണ്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശപ്പല്ലേ? അപ്പോൾ പട്ടിണി, അതുപോലെ ഒരു കിടപ്പാടം, ചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വസ്ത്രം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കേരളത്തിൽ ഏതൊക്കെ ആദിവാസി കേന്ദ്രങ്ങളിൽ, ഏതൊക്കെ ദളിത് കേന്ദ്രങ്ങളിൽ, ഏതൊക്കെ ഗ്രാമങ്ങളിൽ ആരൊക്കെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരട്ടെ. അത് പുറത്തു കൊണ്ടുവരികയാണ് പ്രതിപക്ഷം വേണ്ടത്. അല്ല തട്ടിപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കണക്ക് വേണം, സ്ഥിതിവിവര കണക്കുകൾ വേണം, അവർ സർവേ നടത്തണം.
അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം എത്ര അളവിലുണ്ട് എന്നുകൂടി ഈ സംഭവം കാണിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ മുഴുവൻ സത്യമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പട്ടിണി ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് വരുത്താൻ ഈ സംഭവങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. തട്ടിപ്പാണ് എന്ന് ഇങ്ങനെ വാക്കുകൊണ്ട് പറയും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതിന് പകരം ആ സംഗതി പഠിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ അത് വെക്കട്ടെ. സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. സഭയിൽ സർക്കാരിന്റെ ഈ അവകാശവാദത്തെ നിങ്ങൾക്ക് പൊളിക്കാനുണ്ടെങ്കിൽ ആ കണക്കുകളും വാദങ്ങളും നിരത്തുകയാണോ? ഏതായിരുന്നു പ്രതിപക്ഷ ധർമ്മമായി താങ്കൾ കാണുന്നത്? എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഗോപികൃഷ്ണൻ, അത് ഇന്ന് സഭയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം. സഭയിൽ ഇതേക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് വെക്കുന്നതെങ്കിൽ പ്രതിപക്ഷം അത് ഇനി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചർച്ചയാണെങ്കിലും അത് വളരെ കൃത്യമായിട്ട് ഇടപെടാൻ തയ്യാറാണ്. പക്ഷെ സഭയിൽ ഇന്ന് കേവലം ഒരു ക്ലീഷയാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇതൊന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രം സഭ ഇന്ന് വിളിച്ചു കൂട്ടുകയായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി നടത്തുന്ന വ്യാജ പ്രസ്താവനകൾക്കൊക്കെ സാക്ഷ്യം വഹിക്കേണ്ട കാര്യം പ്രതിപക്ഷത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. ഒരു കാര്യം കാരശ്ശേരി മാഷ് ഉൾപ്പെടെയുള്ളവരോട് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇത് കാര്യകാരണ സഹിതം ഇത് പൊള്ളയായ ഒന്നാണ് എന്ന് പ്രതിപക്ഷം കേരള പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കുക തന്നെ ചെയ്യും, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് എവിടെയാണ് ഞങ്ങൾക്ക് ലഭിച്ച മോചനം എന്ന് ആകാശത്തേക്ക് കയ്യുയർത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനും കണ്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ഓലക്കുടിലുകളിൽ തീരദേശത്തൊക്കെ താമസിക്കുന്ന പരിതാപകരമായ ജീവിത സാഹചര്യമുള്ള കുടുംബങ്ങളെ. അവർക്കൊക്കെ എന്ത് മേൽഗതിയാണ് ഈ സർക്കാരിനെ കൊണ്ട് ഉണ്ടായത്? ഈ അതിദരിദ്ര പട്ടികയിൽപ്പെടുന്ന അവർക്കൊക്കെ ഒരു കഴഞ്ച് ജീവിത പരിസരം മെച്ചപ്പെടുത്താനുള്ള അവസരം ഈ 10 കൊല്ലം കൊണ്ട് 9 കൊല്ലം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്തരം പൊള്ളയായ വാഗ്ദാനങ്ങൾ സർക്കാർ നടത്തുമ്പോൾ അതിദരിദ്രരുടെ നിർവചനവും സാങ്കേതികത്വവും ഒക്കെ സർക്കാർ വിശദീകരിച്ചിട്ട് ഇത്തരം ആളുകളെ തൃപ്തിപ്പെടുത്തട്ടെ. ഞാൻ ഏതായാലും അതിലേക്ക് പോകുന്നില്ല, എനിക്കത് വളരെ കൃത്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ അതിദരിദ്രരുടെ കോപതാപങ്ങളേറ്റ് മാത്രം ഇവരെ കരിഞ്ഞു പോകുമെന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതുകൊണ്ട് വേറൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഞാൻ ഏതെങ്കിലും ഒരു ഇച്ഛാഭംഗം കൊണ്ട് പറയാമെന്ന് നിങ്ങൾ കരുതേണ്ട. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഗോപികൃഷ്ണ, ആ ചോദ്യത്തിന് നിങ്ങളൊന്ന് മറുപടി തരണം. കാരണം ഈ ദരിദ്രരിൽ വെച്ച് ഏറ്റവും ദരിദ്രരായ ആളുകളാണ് അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇവിടെ 5.25 ലക്ഷം കുടുംബങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. ഇത്തരത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതായ ഒരു സാഹചര്യത്തിൽ അന്ത്യോദയ അന്നയോജനയും വേണ്ട എന്ന് വെക്കാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു അതിദരിദ്രമൊക്കെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലെ അതിദരിദ്രർക്ക് അതിന്റെ ഗുണം കിട്ടട്ടെ എന്ന് കേന്ദ്രത്തോട് പറയാൻ ഇവർ തയ്യാറാണോ? ശരി സനോജ്, ഈ സർക്കാർ ഇത് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അല്ല, ആ മന്ത്രിസഭ ആദ്യ പ്രഖ്യാപനം തീരുമാനം എന്ന നിലയിൽ പ്രഖ്യാപിച്ചതാണെന്നൊക്കെ താങ്കൾ പറഞ്ഞു. പക്ഷേ ഈ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തിന് വേണ്ടി അതിൻ്റെ പരസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് 1.5 കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നത്, അതെടുത്തത് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് വെട്ടിക്കുറച്ചാണ് എന്ന ആരോപണം നിൽക്കുകയാണ്. 52.8 കോടി ഭരണാനുമതി ലഭിച്ചതിൽ അത് 53 കോടിയാക്കി ചുരുക്കിക്കൊണ്ടാണ് ഇത് നടപ്പാക്കിയതെന്നാണ്. ബാക്കി കാര്യങ്ങൾക്കുള്ള താങ്കളുടെ മറുപടി. ഗോപികൃഷ്ണ, ഇവരിപ്പോൾ പറയുന്നത് പിന്നെ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് നടത്ത പ്രഖ്യാപനമാണെന്ന്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് സംസ്ഥാന ഗവൺമെൻറ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ, കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ 9,000 കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത BJPയുടെ വക്താവുണ്ടല്ലോ, ആ വക്താവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പണ്ട് പറഞ്ഞത് അങ്ങനെയൊക്കെ എന്തൊക്കെ ഇലക്ഷൻ കാലത്ത് പറയും, അതൊന്നും നടപ്പാക്കാനുള്ളതല്ലോ എന്നാണ്. എന്നാൽ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളതാണെന്നും അത് നടപ്പിലാക്കാൻ കഴിയുമെന്നും അതിലെ 5 വർഷം കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് പിണറായി ഗവൺമെൻറ്. ഇപ്പോൾ ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് 600 കാര്യങ്ങൾ, രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്ത് 900 കാര്യങ്ങൾ. അങ്ങനെ രണ്ടാം ഗവൺമെൻറ് വന്നപ്പോൾ ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനമാണ്. പിന്നെ ഇവർ പറയുന്നത് എന്താണ്, ഇതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നാണ്.
മാനദണ്ഡം വളരെ കൃത്യമായിട്ട് പബ്ലിക് ഡൊമൈനിൽ ഉള്ള കാര്യമാണ്. ഇപ്പൊ ഇവിടെ കുറെ എവിടെ കൊല്ലത്തോ മലപ്പുറത്തൊക്കെ എന്തൊക്കെയോ ആരൊക്കെയോ വീടില്ലാതെ കിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇല്ല എന്നിപ്പോൾ ആരാ പറഞ്ഞത്? വീടില്ലാത്ത ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. ആ വീട് നിർമ്മിച്ചു കൊടുത്തതിന്റെ എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എത്രയാണ്? 4,68,436 വീടുകൾ കേരളത്തിൽ നിർമ്മിച്ചു കൊടുത്തു. ഇനിയും ഗുണഭോക്ത പട്ടികയിൽ പേരുകളുണ്ട്, നിർമ്മിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണ് എന്ന് കൂടി ശ്യാംകൃഷ്ണ അവിടെ വിശദീകരിക്കണം. എത്രയാ? 60,000 റുപ്യ, 70,000 റുപ്യ. 70,000 റുപ്യക്ക് ഇവിടെ നല്ലൊരു ടോയ്ലറ്റ് പണിയാൻ വേണ്ടി കഴിയും. ഇപ്പൊ 70,000 റുപ്യ കൊണ്ട് വീട് നിർമ്മിച്ചോ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ മലപ്പുറത്തെയും കൊല്ലത്തെയും എല്ലാം വീടില്ലാത്ത ആളുകളെ കുറിച്ച് ഇവിടെ വന്നിട്ട് കണ്ണീർ പൊഴിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാദങ്ങൾ എന്ന് നമുക്കറിയാലോ. പിന്നെ കോൺഗ്രസിന്റെ ലീഗിന്റെ വക്താക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു അന്തസ്സുള്ള പ്രതിപക്ഷമാണെങ്കിൽ ഇപ്പോൾ നൗഷാദ് അലി പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്ന്. നിങ്ങൾ ചർച്ച ആവശ്യപ്പെട്ട സന്ദർഭങ്ങളെല്ലാം ചർച്ച അനുവദിച്ചിട്ടില്ല ഈ ഗവൺമെന്റ്. അടിയന്തര പ്രമേയം, ഇത്രമാത്രം അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചൊരു കാലം വേറെ ഉണ്ടായിരുന്നു. കാരണം നിങ്ങളൊന്നും കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയമല്ല, അതിനപ്പുറത്തെ പ്രമേയമായി കഴിഞ്ഞാലും ഞങ്ങൾക്ക് അതിനെല്ലാം മറുപടി നൽകാനുള്ള ശക്തിയും ശേഷിയുമുണ്ട് എന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് നിങ്ങൾ എന്ത് അടിയന്തര പ്രമേയമാണോ, എന്ത് ചർച്ചയാണോ, എന്താണോ നിങ്ങൾക്ക് ഉന്നയിക്കാൻ വേണ്ടി അതൊക്കെ നിങ്ങൾ ഉന്നയിക്ക്. അങ്ങനെ ഒരു അന്തസ്സുള്ള അഭിമാനമുള്ള പ്രതിപക്ഷമായിട്ട് നിങ്ങൾ മാറി. അല്ലാതെ നിങ്ങളുടെ ഒരു ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രശ്നമില്ല, അങ്ങനെ ഒളിച്ചോടേണ്ട കാര്യമില്ല. ഇതെല്ലാം പൊതുസമൂഹത്തിന് മുമ്പേ നേരത്തെ പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ, ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ അവിടെയെല്ലാം ഈ സർവേ നടത്തിയല്ലോ. എന്നാൽ പിന്നെ അന്നേരം ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തി പറയണ്ടേ ഇത് തെറ്റായ മാനദണ്ഡമാണ്, ഇതിനകത്ത് പാർട്ടി ഇടപെടണം, കോൺഗ്രസ് ഇടപെടണം. കോൺഗ്രസ് ഇതിനു മുന്നേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതെന്താണ്? അതിദാരിദ്ര്യ വിമുക്തമായിട്ട് ഇത്രയേറെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് വെറുതെ വെറും വാക്കല്ലല്ലോ, അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ നീക്കം നടത്തുമ്പോൾ അത് തട്ടിപ്പാണെന്ന് പറയുന്നത് എന്ത് യുക്തിയാണ്? അപ്പൊ പറയണം കുറെ ആളുകൾ വേറെയുണ്ട്. വേറെ ഉണ്ടെങ്കിൽ ഇല്ല എന്നാരും പറഞ്ഞോ? വേറെ ഈ മാനദണ്ഡ പ്രകാരം ആരെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾ സമരം ചെയ്യ്. നിങ്ങൾ അവരെ പുറത്തു കൊണ്ടുവന്ന് അവരെ കൂട്ടി പത്രസമ്മേളനം നടത്തിയിട്ട് പ്രഖ്യാപിക്കൂ, ഗവൺമെന്റ് മുമ്പിൽ ചൂണ്ടിക്കാണിക്കൂ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അതല്ലേ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മര്യാദ? അത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് അവിടുന്ന് ഇവിടുന്ന് വന്ന് ഈ ദുഷിപ്പടിക്കുന്നത്? പിന്നെ ഇനിയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതൊന്നും ഇവിടെ ആരും നിഷേധിക്കുന്നില്ല. വീടില്ലാത്ത ആളുകളുണ്ട്, ദാരിദ്ര്യം പല വിധത്തിൽ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെയെല്ലാം ചേർത്ത് നിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളല്ലേ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ കാലത്ത് എന്ത് ചെയ്തു എന്ന് നേരത്തെ ചോദിച്ചല്ലോ. ഞങ്ങളുടെ കാലത്താണ് 600-ൽ നിന്ന് 2000 ആക്കി ഉയർത്തിയത്. ചെറിയ കാര്യമല്ല. ഒരു വീട്ടിൽ 2 ആളുണ്ടെങ്കിൽ ഒരു മാസം 4000 രൂപ പെൻഷനായിട്ട് മാത്രം അങ്ങോട്ട് കൊടുക്കുകയല്ലേ? അത് കൊടുക്കുന്ന കാര്യമല്ലേ? അത് വെറുതെ വെറും വാക്കാണോ? അതിനകത്ത് കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണ്? ഇതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനപരമായ ദൗത്യമാണ്. അതായത് കേരളം അതിദരിദ്രമുക്ത നാടാകുക ഒന്നുണ്ടെങ്കിൽ ആ അഭിമാനം നമ്മൾ എല്ലാവരും ഒരുപോലെ പങ്കുവെക്കേണ്ട ഒന്നാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകളെ നമുക്ക് പരിരക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അഭിമാനത്തോടു കൂടി നമ്മൾ പറയേണ്ട കാര്യമാണ്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ അത് തട്ടിപ്പാണ് സർക്കാർ നടത്തുമെങ്കിൽ അത് ഇപ്പോൾ സനോജ് പറഞ്ഞതുപോലെ അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അങ്ങനെയുണ്ടെങ്കിൽ, പിഴവുകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? അത് ശരി, അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് ആൾക്കാർക്ക് ചെയ്തു കൊടുക്കേണ്ട അത് ആരുടെ ഉത്തരവാദിത്തം? പിന്നെ എന്തിനാ സർക്കാർ എന്തിനാ പിന്നെ? അത് ശരി, സർക്കാർ ചെയ്യുന്നതിൻ്റെ എല്ലാം അപ്പം എന്തായാലും സമ്മതിച്ച് ഞങ്ങൾ ഇനി വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന്. തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തുമെന്നും ഇതിനകത്ത് കുറവുണ്ടാവുന്നൊക്കെ എന്തായാലും സമ്മതിച്ചല്ലോ. ഗോപികൃഷ്ണൻ ഇവിടുത്തെ പ്രശ്നം അറിയോ? ഇവിടെ അതാണ് എന്റെ അടിസ്ഥാനപരമായ ചോദ്യം. എന്റെ അടിസ്ഥാനപരമായ ചോദ്യം പറയട്ടെ സനോജ്, എന്റെ സമയമല്ലേ? ഞാൻ പറയാന്ന്, വെല്ലുവിളി സ്വീകരിച്ചിട്ട് പറയട്ടെ. വെല്ലുവിളി സ്വീകരിച്ചെന്ന് പറയട്ടെ. എന്റെ സനോജ വെല്ലുവിളി സ്വീകരിച്ചു, ഇനി ഞാൻ പറയട്ടെ. സനോജിന്റെ വെല്ലുവിളി സ്വീകരിച്ചു, ശ്യാംരാജ് പറയാണ്. വെല്ലുവിളി സ്വീകരിച്ചു എന്നേ പറയട്ടെ. വെല്ലുവിളി സ്വീകരിച്ചു, ഞാൻ പറയാന്ന്. ഇവിടെ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് ചോദ്യം അവിടെ തന്നെ നിലനിൽക്കുകയാണെന്ന്. ഒന്ന്, ഇവരിന്ന് അതിദാരിദ്ര്യം ഇല്ലാത്തവരെന്ന് പ്രഖ്യാപിച്ചവർ ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്തവർ പെടുമോ? ഒരു ഈ ടാർപോളിയും വലിച്ചു കെട്ടി വീടുണ്ടാക്കിയവർ പെടുമോ? അതിനർത്ഥമെന്ന് പറയുന്ന ഗോപികൃഷ്ണ സിംഗിളാണ്. ഈ ടോയ്ലറ്റ് പോലും ഇല്ലാത്ത ആളുകളെ അതിദാരിദ്ര്യം ഉൾപ്പെടുത്താതെ കുറച്ചാളുകളെ കൂട്ടി ഇവർ തന്നെ മാനദണ്ഡം തയ്യാറാക്കി വലിയ ഒരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ സ്റ്റണ്ടാണ് ഇവിടെ നടന്നത്. ഇലക്ഷൻ സ്റ്റണ്ടാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തെ ഏതെങ്കിലും ദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിനോ അവരുടെ ദാരിദ്ര്യം മുക്തമാക്കുന്നതിനോ യാതൊന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്ത ചോദ്യം. ഇനി സനോജ് കഴിഞ്ഞ ടൈമിൽ എന്നോട് ചോദിച്ച ചോദ്യം കൂടെ ഉത്തരം ഞാൻ പറയാം. കേരളത്തിന് മോദി എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞുതരാം. എന്റെ ഗോപീഷൊന്നും ഉണ്ടായിരിക്കാൻ പറയും. ശരി, ശ്യാം പറയൂ.
പെട്ടെന്ന്. എന്റെ സമയമാണ് സനോജ് ഞാൻ പറയട്ടെ, ഒരു ഉത്തരത്തിൽ മിനിറ്റ്, പേടിക്കല്ലേ? പെട്ടെന്ന്. ഞാൻ പറയട്ടെ, ഓക്കെ, ഞാൻ പറയാം. നോക്കൂ, ഇവിടെ നിങ്ങളുടെ നേതാവ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് കേരളത്തിൽ മൊത്തം കുറെ ഫ്ലെക്സ് അടിച്ച് വെക്കലും റീൽസ് ഉണ്ടാക്കലും ചെയ്ത നേതാന്നറിയോ? NH-66 മോഡി കൊണ്ടുവന്നാണ്. ഇനി 56 ലക്ഷത്തിലധികം വരുന്ന ആൾക്കാർക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ട്. ആര്? മോഡി സർക്കാർ കൊണ്ടുവന്നാണ്. കേരളത്തിൽ മൊത്തം 2500 കോടിയിലധികം വരുന്ന അമൃത് പദ്ധതിയിൽ റെയിൽവേ സ്റ്റേഷൻ കാണുന്നില്ല. തിരുവനന്തപുരത്ത്, എറണാകുളത്തും കോഴിക്കോടും എല്ലാം റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഏതായാലും പരസഹായമില്ലാതെ അതിജീവനം സാധ്യമല്ലാത്ത തിരസ്കൃതരായ ജനങ്ങളെ അവരെ കൂട്ടിപ്പിടിക്കാൻ ഒരു സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അഭിമാനമുണ്ടാക്കുന്ന നിമിഷമാണ്. അതിൽ പോരായ്മകളുണ്ടെങ്കിൽ, വീഴ്ചകളുണ്ടെങ്കിൽ, ശുദ്ധമായ തട്ടിപ്പാണെന്ന് പ്രതിപക്ഷം പറയുന്നതിൽ കഴമ്പുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. അപ്പോഴാകട്ടെ ബാക്കി ചർച്ചകൾ. ഈ എൻകൗണ്ടറിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.